ഇത് കർണന്റെ കഥ. സൂര്യപുത്രനായി ജനിച്ചിട്ടും സൂതപുത്രൻ എന്ന് വിളി കേൾക്കേണ്ടി വന്ന കൗന്ദേയനാണ് കർണൻ. മുറയനുസരിച്ച് ഹസ്തിനപുരി ഭരിക്കേണ്ടിയിരുന്ന പ്രഥമ പാണ്ഡവൻ, ദാനശീലത്തിൽ അഗ്രഗണ്യൻ. തന്നെ അപമാനത്തിൽ നിന്ന് രക്ഷിച്ച ദുര്യോധനനോടുള്ള സൗഹൃദത്താൽ പാണ്ഡവർ സ്വസഹോദരങ്ങളാണെന്നുള്ള കാര്യം പോലും മറന്ന് അർജുന നിഗ്രഹത്തിനായി തപം ചെയ്ത രാധേയൻ. ഗുരുശാപത്താൽ അത്യാവശ്യ സമയത്ത് പഠിച്ച പാഠങ്ങൾ മറന്നുപോയി മരണം വരിച്ച പരശുരാമ ശിഷ്യൻ. മഹാഭാരതത്തിലെ ഉജ്ജ്വല കഥാപാത്രങ്ങളിൽ ഒന്നാം സ്ഥാനത്തിനർഹനായ കർണന്റെ കഥയാണ് ഇന്നത്തെ അധ്യായത്തിൽ. കുന്തി ഭോജ രാജാവിന്റെ വളർത്തുപുത്രിയായ കുന്തിദേവിയുടെ മൂത്ത പുത്രനായാണ് കർണൻ ജനിക്കുന്നത്. ഒരിക്കൽ ഭോജരാജന്റെ കൊട്ടാരത്തിൽ എഴുന്നള്ളിയ ദുർവാസാവ് മഹർഷിയെ പരിചരിച്ചതിൽ സന്തുഷ്ടനായ അദ്ദേഹം കുന്തിദേവിക്ക് 5 വിശിഷ്ട പുത്രസിദ്ധി മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. പ്രായത്തിന്റെ ആകാംക്ഷ കാരണവും പക്വതക്കുറവ് കാരണവും കുന്തിദേവി ഈ മന്ത്രം പരീക്ഷിച്ചു നോക്കുവാൻ തീരുമാനിച്ചു. അതിനായി സൂര്യദേവനെ മനസ്സിൽ ധ്യാനിച്ച് ഈ മന്ത്രം ചൊല്ലി. തുടർന്ന് സൂര്യദേവൻ പ്രത്യക്ഷനാകുകയും പുത്രലബ്ധി ഉണ്ടാകുകയും ചെയ്തു. ഗർഭിണിയായ കുന്തിദേവി അപമാന ഭയത്താൽ ആരോരുമറിയാതെ ഒരു തോഴിയുടെ സഹായത്താൽ പ്രസവിച്ചു. കവചകുണ്ടലങ്ങളോടുകൂടിയ ഒരു ആൺകുഞ്ഞായിരുന്നു അത്. പ്രസവം കഴിഞ്ഞയുടൻ ആ ചോര കുഞ്ഞിനെ ഒരു പേടകത്തിലാക്കി ഗംഗാനദിയിലേക്ക് ഒഴുക്കുകയും ചെയ്തു. കവചകുണ്ടലങ്ങൾ ഉള്ള കാലത്തോളം ഇവനെ ആർക്കും വധിക്കാൻ കഴിയില്ല എന്ന് ജനന സമയത്ത് സൂര്യദേവൻ അരുളി ചെയ്തിരുന്നു. ജന്മന കവചകുണ്ടലങ്ങളോടുകൂടിയ ആ പിഞ്ചു കുഞ്ഞിനെ കുത്തിയൊഴുകുന്ന നദിയിൽ നിന്നും ഹസ്തിനപുരത്തിലെ തേരാളിയായ അധിരഥൻ രക്ഷിച്ചു. അദ്ദേഹവും ഭാര്യയായ രാധയും കർണങ്ങളിൽ കുണ്ടലങ്ങൾ ഉള്ളതിനാൽ അവനെ കർണൻ എന്നു പേര് നൽകി എടുത്തു വളർത്തി. അങ്ങനെ രാധേയൻ എന്ന പേരിലും സൂതപുത്രൻ എന്ന പേരിലും കർണൻ അറിയപ്പെട്ടു. കർണന്റെ ആയുധ വിദ്യാഭ്യാസം കൗരവ പാണ്ഡവ പുത്രന്മാരോടുകൂടി ഗുരുവായ ദ്രോണാചാര്യരുടെ കീഴിൽ നടന്നു. പിന്നീട് പരശുരാമന്റെ കീഴിലും ആയുധവിദ്യ അഭ്യസിച്ചു. പാണ്ഡുപുത്രന്മാരുടെയും ധൃതരാഷ്ട്രപുത്രന്മാരുടെയും ആയുധ വിദ്യാഭ്യാസം പൂർത്തിയായപ്പോൾ അവർക്കോരോരുത്തർക്കുമുള്ള സാമർഥ്യം സഭയിൽ പരീക്ഷിച്ചറിയാൻ വേണ്ടി ഒരു പരീക്ഷാരംഗം സജ്ജമാക്കാൻ ഭീഷ്മാചാര്യർ ഏർപ്പാട് ചെയ്തു. അർജുനനെ പോലെ എല്ലാവിധ ആയുധങ്ങളിലും പ്രത്യേകിച്ച് അസ്ത്രവിദ്യയിൽ ഏറ്റവും സമർത്ഥനായി മറ്റാരുമില്ലെന്ന അഭിപ്രായം സഭയിൽ ഉയർന്നു വന്നു. ഉടനെ അതിനെ നിഷേധിച്ചുകൊണ്ട് ദുര്യോധനൻ കർണനെ രംഗത്തു കൊണ്ടുവന്നു. അങ്ങനെ കർണനും അർജുനനും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടാനൊരുങ്ങി. കഥയുടെ ബാക്കി അറിയാനായി 2ാം ഭാഗം കാണുക.